നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ ചടങ്ങിന് മുമ്പ് എത്താത്തതില് അവർക്ക് പരിഭവമൊന്നുമില്ലല്ലോ. ചടങ്ങ് കഴിഞ്ഞതിന് തൊട്ടു പുറകെ സുശീലാന്റിയുടെ വെടിക്കെട്ടുണ്ടായതുകൊണ്ടേ ബാക്കിയെല്ലാം എല്ലാരും മറന്നു. ഒരു കണക്കിന് അതെല്ലാം കഴിഞ്ഞ അമ്മ ഇന്ദ്രേട്ടനും പോയ ശേഷം അച്ഛൻ വന്നാൽ നന്നായി. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛനെ ആ സംഭവത്തിൽ പിടിച്ചിടാൻ ഇന്ദ്രേട്ടന്റെ അമ്മ നോക്കിയേനെ. ആ എങ്കിൽ ഞാനും രഘുവേട്ടനും കയ്യും കെട്ടി നോക്കി നിൽക്കൂ. ഇന്ദ്രേട്ടന്റെ അമ്മയോട് ദയ അത്ര ഷാർപ്പായി പ്രതികരിച്ചതില് അവളോട് ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലെ? ആ സത്യം പറഞ്ഞ അത്രയ്ക്കും വേണ്ടായിരുന്നു എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. ഇന്ദ്രേട്ടൻ പോകുമ്പോഴ അതന്നെ എന്നോട് പറഞ്ഞ. ചേച്ചി, അച്ഛൻ എന്താ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാതിരുന്ന? അച്ഛൻ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നിന് വേറെ അങ്ങോട്ട് പോവാനാ? ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്ത് അങ്കിളും അച്ഛനും കൂടെ നാളെ സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോകുന്നാ പറഞ്ഞത്. സച്ചിയങ്കളും ആന്റിയും ചടങ്ങിനുണ്ടായിരുന്നു. ആ നിന്നെ പ്രത്യേകം അന്വേഷിച്ചു കേട്ടോ. അച്ഛൻ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടെങ്കിൽ പിന്നെന്തിനാ നാളെ അവരുടെ വീട്ടിൽ പോകുന്നേ? വീട്ടിൽ പോവാതെ വേറെ ഏതെങ്കിലും ഒരു അന്യ വീട്ടിലാണോ കല്യാണക്കാര്യം തീരുമാനിക്കുന്നത്? നിന്റെയും ഗോകുലിന്റെയും കാര്യം അവിടെ ചെന്ന് ഔദ്യോഗികമായി സംസാരിക്കണ്ടേ മോളെ? അപ്പൊ നാളെയാണോ കല്യാണക്കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്? നാളത്തെ ചർച്ചയിൽ അവരുടനെ കല്യാണം നടത്തണമെന്ന് നിർബന്ധം പിടിച്ച അച്ഛൻ ചിലപ്പോ സമ്മതിച്ചെന്നിരിക്കും. അങ്ങനെയാണോ? കല്യാണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മതിയെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിനനുസരിച്ച് അവർക്ക് വാക്കു കൊടുക്കൂ. ഈ അമ്പിളി ചേച്ചി നിന്നെ ഇവിടുന്ന് എങ്ങനെയും കെട്ടിച്ചയച്ചേ അടങ്ങുന്നുള്ള വാശിയില്ല. അനിയത്തെ കല്യാണം കഴിച്ച് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോടി? അതും യോഗ്യതയില്ലാത്തൊരുത്തന്റെ കൂടെ ഒന്നും അല്ലല്ലോ, നല്ല അന്തസ്സുള്ള കുടുംബത്തിലേക്കല്ലേ. എന്നാലും കല്യാണം കഴിക്കാൻ സമയമായിന്ന് മഞ്ചാടിക്ക് കൂടി തോന്നുന്നുണ്ട് ചേച്ചി. നീ ഞാനൊക്കെ കല്യാണം കഴിക്കാൻ സമയമായിന്ന് അച്ഛനോട് പറഞ്ഞിട്ടാണോ അച്ഛൻ നമ്മുടെയൊക്കെ കല്യാണം നടത്തി തന്നെ? ആണോ ചീരു? അതെ, ഓരോന്നിനും ഓരോ സമയവും സാഹചര്യവും ഉണ്ട്. അതിനനുസരിച്ച് അച്ഛൻ ഓരോ കാര്യങ്ങൾ നീക്കും. ഇവൾക്ക് കല്യാണത്തിന് സമയം ആയില്ലെങ്കിൽ അത് ജോത്സന പറയേണ്ടത്. ഏതായാലും നാളെ അവര് ഒരു ജോത്സനെ കൂടെ കണ്ടിട്ട് എല്ലാം ഉറപ്പിക്കൂ. നീ വിഷമിക്കണ്ട മഞ്ചാടി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നീ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിനനുസരിച്ചേ എന്തും ചെയ്യുള്ളൂ. അതെ, അമ്പിളി ചേച്ചി എപ്പോഴും ഇങ്ങനെയാണല്ലോ. ചേച്ചിയോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. വിഷമിക്കണ്ട, ടെൻഷനൊന്നും ആവണ്ട. നമ്മുടെ അച്ഛനല്ലേ, എല്ലാം അച്ഛൻ നോക്കിക്കോളും. സമാധാനായിട്ടിരിക്കെ. അമ്മ വന്നില്ലേ? വന്നേട്ടാ, സന്ധ്യയ്ക്ക് മുമ്പേ എത്തി. വന്നോടനെ മുറിയിൽ കയറി കിടപ്പ. എന്നോടൊന്നും മിണ്ടിയില്ല. എവിടെയായിരുന്നു അമ്മ അത്ര സമയം? ആർക്കറിയാം. സാധാരണ സ്വയമേ എന്തെങ്കിലും പരാതിയും പരിഭവം ഒക്കെ പറയുന്നത് കേൾക്കാം. ഇന്ന് അതും ഉണ്ടായില്ല. നല്ല വിഷമം കാണും. ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ വെച്ച് നാണം കെടേണ്ടി വന്നല്ലേ? ഇതൊക്കെ അമ്മ തന്നെ വരുത്തി വെക്കുന്നല്ലേ ഇന്ദ്രേട്ടാ. നമ്മൾ കാരണം സംഭവിക്കുന്നൊന്നും അല്ലല്ലോ. സത്യത്തില് നേരിട്ട് ക്ഷണിക്കാഞ്ഞിട്ടും അമ്മ ഇന്ന് അവിടെ പോയത്.
ഇന്ദിരേട്ടനും അനുവേട്ടത്തി അവിടെ വെച്ച് കണ്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി തന്നെ. അപ്പോ അമ്മ ഒരു മനഃപൂർവ്വം ക്ഷണിക്കായിരുന്നു തന്നെയാ അല്ലേ സോനെ? അങ്ങനെ ആയിരിക്കും. ഇവിടെ വന്ന് എന്നെ ശ്യാമേട്ടനെ ക്ഷണിച്ചതല്ലാതെ അമ്മയെക്കുറിച്ച് അവർ ചോദിച്ചത് പോലുമില്ല. കടയിൽ വന്ന് എന്നെ പ്രത്യേകം ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ വീട്ടിൽ വന്ന് അമ്മയും ക്ഷണിക്കുന്നു. എനിക്ക് അമ്മ ആ ഫംഗ്ഷന് പോകരുതെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും പറഞ്ഞ അമ്മ കേക്കില്ലല്ലോ. ശബരീന്ദയും അമ്മയെ മാത്രം ഒഴിവാക്കി നമ്മളെ ക്ഷണിക്കണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ നമ്മളെ ഉപയോഗിച്ച് അമ്മയെ അപമാനിച്ച പോലെ. ഏയ്, അങ്ങനൊന്നും കരുതണ്ടേട്ടാ. അമ്മയെ അവർ ഒഴിവാക്കിയെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. വിതച്ചത് കൊയ്തല്ലേ പറ്റൂ. ഏട്ടൻ പോയി അമ്മയെ സമാധാനിപ്പിച്ച് വല്ലതും കഴിപ്പിക്കാൻ നോക്ക്. പട്ടിണി കിടന്ന് അസുഖം വരുത്തണ്ടെന്ന് പറ. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. നോക്കട്ടെ, ഞാൻ പറയാം. അല്ല, ശ്യാമ ഒന്നില്ലേ? ഇല്ല ഏട്ടാ, വാടക വീടിന്റെ കാര്യത്തിന് ആരെയോ കാണുമെന്ന് പറഞ്ഞു പോയിരിക്കുക. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സോനെ? എന്റെ മാത്രം ആവശ്യമല്ലല്ലോ ഏട്ടാ. ഏട്ട ശ്യാമേട്ടനോട് ചോദിച്ചു നോക്ക്. അമ്മ വരാൻ സന്ധ്യയെന്ന് സോന പറഞ്ഞല്ലോ. എവിടെയായിരുന്നു അമ്മ അതുവരെ? അമ്മ വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? എന്റെ കാര്യം നോക്കാൻ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റയ്ക്കാ. ഇങ്ങനൊന്നും പറയില്ല അമ്മേ. അമ്പലത്തിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നപ്പോ ഞാനും കൂടെ ഇറങ്ങിയില്ലേ? അമ്മയല്ലേ എന്നെ കൂടെ കൂട്ടാതിരുന്നേ? ആ പെണ്ണ് എന്നെ അവിടെ വെച്ച് അപമാനിച്ചപ്പോ നീ അവളുടെ കർണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചില്ലല്ലോടാ. ആ കാലമൊക്കെ പോയമ്മേ. ദയ അടിക്കാൻ പോയിട്ട് ഒരു വാക്ക് അങ്ങോട്ട് എതിർത്ത് പറഞ്ഞാ അവൾ എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കുമായിരുന്നു. അമ്മ എന്താ വിചാരിച്ചത്? എല്ലാവരും എല്ലായ്പ്പോഴും അമ്മയെ പേടിച്ച് കഴിയുന്നു. അനുപമയും അവളുടെ അച്ഛനും ഒരു പാവമായതുകൊണ്ടാ അവരോട് അമ്മയ്ക്ക് എന്തോ ആവാൻ പറ്റുന്നത്. അതുപോലെയാണോ ബാക്കിയുള്ളവര്? അപ്പോ ഞാൻ തെറ്റുകാരിയും എന്നെ അപമാനിച്ചോളൂ വലിയ മാന്യമാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്നാമത്, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് അമ്മ അവിടെ നിന്ന് ഒച്ച ഉയർത്തി സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയെ നേരിട്ട് ക്ഷണിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടായിട്ടും അമ്മ എന്തിനാ ക്ഷണിക്കാതെ വന്നല്ലെന്ന് അവിടെ പറഞ്ഞത്? അമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴല്ലേ ദയ ആരാ ക്ഷണിച്ചെന്ന് അമ്മയോട് ചോദിച്ചത്?